കൊല്ലത്ത് മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊന്നു. ഈ ന്യൂസ് ഞാൻ കണ്ടിരുന്നോ? ഞാൻ ഈ ന്യൂസിൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സ് ഒന്ന് പോയി നോക്കി. ഇന്നലെ വന്ന ന്യൂസാണ്. 3.5 ലക്ഷം വ്യൂസ് ഈ ഒരു ന്യൂസിന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മക്കളെ ഒന്ന് നിങ്ങൾ കയറി നോക്കണം. ഒന്ന് അച്ഛനെ ന്യായീകരിച്ച് അച്ഛൻ ചെയ്തത് ശരി, മകളെ സുഹൃത്തിനെ കൊന്നത് നന്നായി, കുട്ടികളുടെ പോക്ക് ശരിയല്ല എന്നുള്ള അച്ഛനെ സപ്പോർട്ട് ഒരു വഴിക്കും, KSRTC ബസ്സിലും അല്ലാത്ത ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിലും പല സ്ഥലങ്ങളിലും 16, 17, 18, 19 വയസ്സുള്ള കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള വേറെ കുറേ കമൻറ്റുകളും. ആക്ച്വലി ഈ ന്യൂസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ഇന്ന് വൈകിട്ട് 6:30 സംഭവം ഉണ്ടായത്. ഇരവൂർ സ്വദേശി അരുൺകുമാറാണ് മരിച്ചത്. ഇയാളെ കുത്തിയ ഇരവൂർ സ്വദേശിയായിട്ടുള്ള പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. അരുൺകുമാർ മകളെ ശല്യം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് പ്രസാദും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റം ഉണ്ടായി. ഇതിനു പിന്നാലെ അരുണും സുഹൃത്തുക്കളും ഇത് ചോദ്യം ചെയ്യാൻ ഇരവുപുരം ഇരട്ടക്കടയിലെത്തി. അവിടെ വെച്ച് അരുണും പ്രസാദും തമ്മിൽ തർക്കമുണ്ടായി. അരുൺകുമാർ പെൺകുട്ടി താമസിക്കുന്ന ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിലേക്ക് എത്തി. പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടെ പ്രസാദും ആ വീട്ടിലേക്ക് എത്തി. അവിടെ വെച്ച് ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. അതിനിടെ വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് പ്രസാദ് അരുൺകുമാറിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. സുഹൃത്താണ് അരുൺകുമാറിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് അരുണിന്റെ ജീവൻ 8 മണിയോടുകൂടി നഷ്ടമായി. ഇതിന് പിന്നാലെയാണ് പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. മകളും അരുൺകുമാറും തമ്മിലുള്ള സൗഹൃദം താൻ എതിർത്തിരുന്നുവെന്നാണ് പ്രസാദ് പോലീസിൽ മൊഴി നൽകിയത്. എന്നാൽ സൗഹൃദം അവസാനിപ്പിക്കാൻ അരുൺകുമാർ തയ്യാറായില്ല. ഇന്ന് വൈകിട്ടും സൗഹൃദത്തിൽ നിന്ന് പിന്മാറണം എന്ന് താൻ അരുൺകുമാറിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. തന്നെ അരുൺകുമാർ ആക്രമിക്കുകയും ചെയ്തു. അതിനിടെ കത്തി ഉപയോഗിച്ച് താൻ അരുണിന്റെ നെഞ്ചിൽ കുത്തിയെന്നാണ് പ്രസാദ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അരുൺകുമാറിന്റെ മാതാവ് വിദേശത്താണ്. ഇപ്പോൾ അരുണിന്റെ മൃതദേഹം കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. കുറച്ചു നാളുകളായി അരുൺകുമാർ വിദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. 1 മാസം മുമ്പാണ് അരുൺകുമാർ നാട്ടിലെത്തിയത്. ആദ്യ ചോദ്യം ചെയ്യലിൽ മകളുമായുള്ള ഒരു സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് അരുൺകുമാറിനോട് പ്രസാദ് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ അരുൺകുമാർ അതിന് തയ്യാറായില്ല. അതിന്റെ പേരിലുള്ള വൈരാഗ്യം ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഓക്കെ, ഈ ന്യൂസ് കേട്ടവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ന്യൂസ് കേൾക്കുമ്പോൾ ആരും വിചാരിക്കുക എന്താ, അച്ഛൻ മകളെ ശല്യം ചെയ്ത ഒരാളെ കുത്തിക്കൊന്നു. അങ്ങനെയാണെങ്കിലും ഓക്കെ, മകൾ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട്. മകളെ നിരന്തരമായിട്ട് ശല്യം, പോലീസും കോടതിയും നിയമവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഇവിടെ കുത്തിക്കൊന്നത് എത്ര പേര് അതിനടിയിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ KSRTC അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ പിള്ളേർ കാണിച്ചു കൂട്ടുന്നത് ഓക്കെ, ഒരു പരിധി വരെ അത് മോണിറ്റർ ചെയ്യണം. കാരണം ഇപ്പോൾ പല രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗവും കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. സോ പലരും ഈ ചെറിയ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് അവരിലേക്ക് ഈ സാധനം എത്തിക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ കുറേ പരിപാടികൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതൊരു പരിധി വരെ നമ്മൾ മോണിറ്റർ ചെയ്യണം എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ ഒരു പരിധിക്കപ്പുറം ഒരു സദാചാര പരിപാടി കാണിക്കരുത്. മനസ്സിലായോ? അവർക്ക് ഫ്രീഡം ഉണ്ട്, അവർക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റും, പബ്ലിക് സ്പേസിൽ അവർക്ക് ചിരിക്കാൻ പറ്റും, അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഓക്കെയാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിങ്ക് പോലീസ് ഉണ്ട്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. അതെല്ലാവരും കൂടി കയ്യിലെടുത്തിട്ടുള്ള പരിപാടി അത് വീണ്ടും പ്രശ്നങ്ങളിലേക്കേ പോകുള്ളൂ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ന്യൂസ്, പെർട്ടിക്കുലർ ന്യൂസ്, ഈ 3.5 ലക്ഷം വ്യൂസ് പോയ ന്യൂസിനടിയിലാണ് ഈ അച്ഛനെ സപ്പോർട്ട് കയറിയിട്ടുള്ളത്. ആക്ച്വലി ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ ഗൾഫിലായിരുന്നു. ഈ ഗൾഫിലുള്ള പയ്യനെ ഈ പെൺകുട്ടി നിരന്തരമായിട്ട് കരഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. ഏകദേശം 8ാം ക്ലാസ് മുതലുള്ള പ്രേമാണ് ഇവർ. ഈ 2 പേരുടെ വീട്ടിലും ഇത് പറയാം. ഈ മരിച്ച പയ്യൻ്റെ അമ്മയുടെ സിസ്റ്റർ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ. ഇത് കംപ്ലീറ്റ് ന്യൂസ് കണ്ടിട്ടല്ലാതെ ഈ അച്ഛനെ പോയി സപ്പോർട്ട് ചെയ്യും എനിക്കറിയാൻ പാടില്ല. ഇത് ഒരു ചാനലിൽ കണ്ടില്ലെങ്കിൽ അടുത്ത ചാനലിൽ എടുത്ത് നോക്കണം. ഇത് ഭയങ്കരമായിട്ടുള്ള അച്ഛനെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഇപ്പോൾ ഇതൊന്ന് കാണണം കംപ്ലീറ്റ് ആയിട്ട്. ഈ ലേഡി പറയുന്നത് 8ാം ക്ലാസ് മുതലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. അന്ന് മുതലേ ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഒരു അംഗത്തെ പോലെ ആയിരുന്നു ആ പെൺകുട്ടി. അപ്പം നമ്മൾ പറഞ്ഞ് പ്രായപൂർത്തിയാവട്ടെ, അപ്പം വയസ്സായില്ല, അവനും പ്രായമായിട്ടില്ല, അവളും പ്രായമായിട്ടില്ല. പിന്നെ ജീവിതം എന്ന് പറയുമ്പോൾ 1-2 ദിവസം കൊണ്ട് തീരുന്നില്ല, അങ്ങോട്ട് ഒരുപാട് കിടപ്പുണ്ട്, നിങ്ങൾ ആദ്യം പഠിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ച് മോൻ +2 ആയി, അവൾ 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കാണ് എന്നോട് ഒരു പ്രാവശ്യം ഇതിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ്, വല്യമ്മച്ചി എനിക്ക് അരുണുമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം 10ാം ക്ലാസ് ആയതേ ഉള്ളൂ, ഒരു 18 വയസ്സെങ്കിലും കഴിയട്ടെ, എന്തെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുക ഒരു 16 വയസ്സായപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഒരു ദിവസം
മോൻ വിളിക്കുന്നു, വലിയ ഇത് കണക്ക് അവൾ ഇറങ്ങി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നീ കൊണ്ടുവന്നാലും നമ്മൾ പിടിച്ച് വീട്ടിൽ കയറ്റിയാലും കേസ് തന്നെയാണ്. നിയമം ഇപ്പം അങ്ങനെയാണ്. കാരണം ഒന്നെങ്കിൽ 21 വയസ്സ് വേണം, അല്ലെങ്കിൽ 18 വയസ്സ് അവർക്ക് പൂർത്തിയാവണം. ഇത് രണ്ടും ആകാതെ കൊണ്ട് നമ്മൾ ഇരുവര സ്റ്റേഷനിൽ കൊണ്ട് എഴുതി വെച്ചിട്ടാണ് പിന്നെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടാക്കി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മോൻ വിളിക്കുന്നു, വലിയമ്മ വീണ്ടും അവൾ ഇറങ്ങി വന്നു. ഇപ്പം അവൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്, പാളത്തിൽ നിൽക്കുകയാണ്, അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അച്ഛൻ്റെ മോശം പ്രവർത്തികളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ മോശം പ്രവൃത്തി എന്ന് പറയാൻ നമ്മൾ വിജയത്തിന് വേണ്ടി ഒന്നും പറയരുത്. കാരണം അമ്മ പറഞ്ഞല്ല, അമ്മ നാട്ടിലില്ല, അമ്മ ഗൾഫിലാണ്. അത് അമ്മയ്ക്കും അറിയാം, പുള്ളിക്കാരൻ ആൾ ഒരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പം ഞാൻ ഈ കൊച്ചിൻ്റെ അമ്മയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും ഞാൻ നിങ്ങളെ മോളെ കെട്ടിച്ചു തരും. അതേ വാക്ക് തന്നെയാണ് ഈ പുള്ളിക്കാരൻ മോള് +2 കഴിഞ്ഞപ്പോഴും എന്നോട് പറയുന്നത്. +2 പഠിക്കുമ്പോഴും എന്നോട് പറഞ്ഞാൽ, എൻ്റെ മോൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനിയത്തിയുടെ മോനുമായിട്ട് തന്നെ ആയിരിക്കും. നമുക്കൊരു മദ്യപിക്കുകയാണോ അയാളുടെ എന്താണോ എനിക്കറിയത്തില്ല, നമ്മളോട് സംസാരിക്കുമ്പോൾ ഒന്നും മദ്യപിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇയാൾ തിരുവോണത്തിനെ കരുതി വെച്ചിട്ടുണ്ട്. കാരണം തിരുവോണത്തിന് ഒരിക്കലും അന്ന് വരെ എൻ്റെ മോനോട് സൗമ്യമായി പുള്ളിക്കാരൻ സംസാരിച്ചിട്ടില്ല. സംസാരിക്കുമ്പോൾ എല്ലാം ഒരു ഭീഷണി ടൈപ്പ്, അല്ലെങ്കിൽ ജാതി, നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, അവർ ഹിന്ദുവാണ്, ജാതി അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് അങ്ങനെ ഒരു ജാതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമെങ്കിൽ അവനത് കാര്യമാണ്. അവൻ അങ്ങനെ ഒരു പയ്യനാണ്, കൊച്ചു പയ്യനാണെങ്കിലും അവൻ എല്ലാവർക്കും ഒരു നമ്മുടെയൊക്കെ കുടുംബത്തിന് നല്ലൊരു പയ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല. പക്ഷേ തിരുവോണത്തിന് വിളിച്ചിട്ട് അവനെ കൈ കിട്ടാഞ്ഞത് കൊണ്ടായിരിക്കാം ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് തിരക്കിയിട്ട് അവൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇന്ന് തന്നെ എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടുന്ന് ശക്തികുളങ്ങര വരെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത്. എപ്പോഴും എന്നോട് സംസാരിച്ചപ്പോൾ 2 പ്രാവശ്യം സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, എങ്ങനെ ശരിയാവും, നിങ്ങൾ ക്രിസ്ത്യൻസാണ്, ഞാൻ ഹിന്ദുവാണ്. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും, മുക്കുവര്. ഈ മുക്കുവർക്ക് എന്താണ് കുഴപ്പം? മനുഷ്യരല്ലേ, കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നേ, അവർക്ക് എന്താണ് കുഴപ്പം? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല പറയുന്നത്. എൻ്റെ അച്ഛൻ കടലിനോട് മല്ലടിച്ച് തന്നെയാണ് ഞങ്ങളെ 3 പെൺകുട്ടികളെ വളർത്തിയത്. അപ്പോൾ ക്രിസ്ത്യാനി ആവുന്നത് കൊണ്ട് മുക്കുവന്മാരാണോ? ആയിക്കോട്ടെ, സ്നേഹത്തിൻ്റെ മുന്നിൽ ജാതിയും മതം ഒന്നുമില്ല. അപ്പം മനഃപൂർവ്വം ചെല്ലാനായതുകൊണ്ടാണ് ഇവിടുന്ന് ഇത്രയും ദൂരം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയേക്കുന്നത്. ഞങ്ങൾക്ക് എന്തായാലും നീതി കിട്ടണം. ഈ കമന്റ് ബോക്സിൽ ഈ അച്ഛന് സപ്പോർട്ട് ഇട്ടവരൊക്കെ ഇപ്പൊ എന്ത് പറയുന്നു എനിക്കറിയണം. ജാതി വെറി തലയ്ക്ക് പിടിച്ച് കള്ളും കുടിച്ച് സൈക്കോ തന്ത ആ ചെക്കനെ കൊന്നു. ഇവിടെ പല പ്രേമിക്കുന്ന ലൈക്ക് ഇങ്ങനത്തെ ഇൻസിഡൻസ്, പ്രേമം ഉണ്ടാവും ചെക്കൻ അടി കിട്ടും, പ്രേമം ഉണ്ടാവും ചെക്കനെ കൊല്ലും. ഈ പ്രേമിക്കുമ്പോൾ അപ്പുറത്തുള്ള പെണ്ണുണ്ട്, ഈ പെണ്ണ് അറിയാതെയോ പറയാതെയോ വലിച്ചു കൊണ്ടുപോയിട്ട് ആ സ്കീമല്ലല്ലോ. ഇവിടെ പല കേസുകളിലും ആൺകുട്ടികളെ തല്ലാനും കൊല്ലാനും മുന്നിലാണ് എല്ലാവരും. അപ്പോൾ ഈ പെൺകുട്ടി പിന്നെന്താ? ഈ കേസ് 8ാം ക്ലാസ് മുതലുള്ള പ്രേമ എന്നാ പറയുന്നത്. ഒരു വട്ടം ഇറങ്ങിപ്പോന്നു എന്ന് പറയുന്നു ഈ പെൺകുട്ടി, അച്ഛൻ്റെ മോശം സ്വഭാവം എന്ന് പറയുന്നു. ഈ സൈക്കോ തന്ത ഈ ചെക്കനെ വിളിച്ചു വരുത്തി കൊന്നതാണ് ഇയാൾ. ഇയാൾക്ക് ഈ മറ്റേ സാധനം, ജാതി മറ്റേ സാധനം തലയ്ക്ക് പിടിച്ചിട്ട് അങ്ങനെയുള്ള അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അപ്പുറത്തോട്ട് യോ അവർ പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർ പിന്നെ കംപ്ലീറ്റ് കഥ കേൾക്കുന്നില്ലല്ലോ. ആ ന്യൂസ് കേൾക്കുമ്പോൾ ആർക്കും തോന്നും, ഓഹോ മകളെ ശല്യം ചെയ്ത ഒരുത്തനെ അച്ഛൻ വിളിച്ചു കൊന്നു, അച്ഛൻ മാസ് ഏനിരിക്കുന്നത്. ഇങ്ങനത്തെ തന്തര മാസ് എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ച് ചള്ളടിച്ച് പൊട്ടിച്ച് നടുറോട്ട് കൂടി തുണിലാ വലിച്ചടിച്ച് കൊണ്ടുപോകണം നാറിയണം. അല കാണിക്കണ്ട്. 19 വയസ്സേ ഉള്ളൂ ആ പയ്യന്. എന്നാലും ആ തന്തയ്ക്ക് സ്വന്തം മോളെ നേരത്തെ ഒന്നും പൊട്ടിക്കാൻ തോന്നിയില്ല. ചെക്കൻ്റെ നെഞ്ഞത്തേക്ക് കത്തി കുത്തി ഇറക്കാൻ തോന്നി. പറട്ട തന്ത കഴിഞ്ഞിട്ടില്ല. പ്രസാദിൻ്റെ സ്വഭാവ ദൂഷ്യ. പ്രസാദിൻ്റെ വൈഫ് ഗൾഫിലാണ്. കാര്യം ചെയ്തതിന് മുമ്പ് ആ കൊച്ചു കുളിക്കുന്നിടത്ത് പോയി ഇവൻ ഡോറിലെന്തോ ഹോളൊക്കെ ഇട്ട് അങ്ങനെ വിഷയമായി. അങ്ങനെ എൻ്റെ മോനും ഈ പ്രസാദിൻ്റെ വൈഫും കൂടെയാണ് ഈ കൊച്ചിനെ ബന്ധുവിൻ്റെ വീട്ടിലോട്ടാക്കുന്നത്. കാരണം വെച്ചാൽ ആ പെണ്ണിനെ അവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് അച്ഛനും മോനും കൂടെ വന്ന് വീണ്ടും നേരെ കുത്താനൊക്കെ വന്നായിരുന്നു. പൈപ്പിനൊക്കെ അടിക്കുകയും ചെയ്ത്. അങ്ങനെ ഇരിക്കുന്ന സ്റ്റേഷനിൽ കൊണ്ട് കേസൊക്കെ കൊടുത്തിരുന്നത്. അന്നേരം അവിടെ വെച്ച് അയാൾ പറഞ്ഞാൽ എനിക്കിനി ഇങ്ങനെ ഒരു മോളില്ല, നീ എന്താ ചെയ്തു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലാണ് കൊണ്ടു നിർത്തിയിരുന്നത്, പെണ്ണിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ. ഇന്നലെ ആയപ്പോൾ 5:30 ആയപ്പം വീട്ടിൽ വന്നിട്ട് കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നു. എൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പറഞ്ഞു, 2 മക്കളെ ഇനി പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, എവിടെയും വിളിച്ചുകൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ അരുണിനെ കണ്ട് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് പെങ്കൊച്ചിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, അങ്ങനെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണ് അരുൺ വിളിക്കാൻ ചെല്ലുന്നത്. അവിടെ വെച്ചങ്ങാണ്ടാണ് പ്രസാദ് ഓട്ടയ്ക്കകത്തങ്ങാണ്ട് വന്ന് ഇറങ്ങിയിട്ട് കുത്തേണ്ടത്. ഈ പയ്യനെ പ്ലാൻ ചെയ്ത് വിളിച്ചു വരുത്തി കൊന്നു കളഞ്ഞത് എന്താ ഒന്ന് ആലോചിക്കും നിങ്ങൾ. ഈ പെൺകുട്ടിയുടെ അമ്മ പുറത്തെവിടെയോ ജോലിയാണ്, എബ്രോഡാണ്, ഗൾഫിലെങ്ങാണ്ടാണ്. ആ ലേഡിക്ക് കാര്യങ്ങൾ അറിയാമെന്നാണ് ഏകദേശം ഇപ്പോൾ ന്യൂസും കാര്യങ്ങളും നോക്കിയപ്പോൾ മനസ്സിലായത്. ഈ പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ ഈ തന്തപ്പൊടി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചെക്കൻ ഗൾഫിൽ ജോലിയായിരുന്നു, ഈ പെൺകുട്ടി വിളിച്ചു വരുത്തി നാട്ടിലെത്തിയത് ഈ പയ്യൻ. ഇപ്പം ലാസ്റ്റ് എന്തായി? തന്ത വിളിച്ചു വരുത്തി കുത്തി കൊല്ലും ചെയ്തു. ലാസ്റ്റ് തന്ത മാസം അല്ലേ?
എനിക്ക് മനസ്സിലാണല്ലോ ഇവിടുത്തെ സൊസൈറ്റി ഏത് രീതിയിലാണ്. ഇനി ജോർജ് ജോസഫ്, ഞാൻ മൂപ്പരുടെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. റിട്ടയർഡ് SP ആണ്, പോലീസുകാരനാണ്. ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ അങ്ങേരിട്ട വീഡിയോനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ ഈ കേസിൽ ഒരു സ്റ്റഡി നടത്തിയോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ പറയുന്ന സംഗതി രീതി ഇങ്ങനെയാണ്. പയ്യന്മാർ ഈ 18-19 വയസ്സുള്ള പയ്യന്മാർ അലമ്പ് പയ്യന്മാരാണ്. പ്രേമിച്ച് കഴിഞ്ഞാൽ ഫുൾ അലമ്പാണ് ഇവന്മാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കേണ്ട കാര്യം ആ രീതിയിലാണ്. ഇങ്ങനെ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ പറഞ്ഞു എന്ത് പ്രേമിച്ച് കഴിഞ്ഞാൽ ഒരുത്തനെ പിടിച്ച് കൊല്ലണോ ഒരു ചെക്കനെ പിടിച്ചിട്ട്? പ്രേമം എന്ന് പറയുമ്പോൾ 2 എൻഡെന്നും വരും ഇല്ലേ? ഇത് പെണ്ണിന്റെ ഭാഗം ചിന്തിക്കണം. ഇനി ആണിന് ആണ് എന്തും ചെയ്യാന്നാണോ? ചെറുപ്പത്തിന്റെ എല്ലാ സൂക്കേടുകളും ഉണ്ട്. കുട്ടിയെ പല പ്രാവശ്യം ശല്യം ചെയ്യാൻ തുടങ്ങി. പിതാവ് വാൺ ചെയ്തു. പിന്നെ അത് വകവെക്കാതെ ആ 19 വയസ്സുകാരൻ്റെ തിളപ്പ് ആ പെൺകുട്ടിയുടെ പുറകെ പോയി നിരന്തര ശല്യമായി. പിതാവ് പല പ്രാവശ്യം ഇവന് വാണിംഗ് കൊടുത്തു, കേൾക്കുന്നില്ല. ഇത് കേരളത്തിലുള്ള കുട്ടികൾക്ക്, ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ വല്ലാത്തൊരു സൂക്കേട് തന്നെയാണ്. എന്ത് സൂക്കേട്? അങ്ങേര് റിട്ടയർഡ് പോലീസ് ഓഫീസർ ഈ പറയുമ്പോൾ ജോർജ് ജോസഫ് സാറൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് എന്താ പറയുക, ആൺകുട്ടികളുടെ സൂക്കേടാണ്, 19-18 സൂക്കേടാണ്, തിളപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതേ പ്രായം കഴിഞ്ഞ് വന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ള ആലോചിക്കണ്ടേ? ഈ ആ ഒരു കാലഘട്ടത്തിൽ തിളയ്ക്കേണ്ട രീതിയിൽ തിളച്ച ആളുകൾ തന്നെയായിരിക്കും ഇത് കാണുന്നവരും ഈ പറയുന്നവരും. ഓരോ കാലഘട്ടം മാറുമ്പോൾ തിളപ്പിൻ്റെ ലെവല് മാറും, രീതികൾ മാറും. പ്രേമം എന്ന് പറഞ്ഞ സാധനം എടുത്തു കളയാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഏതെങ്കിലും മറ്റേ വില്ല് പൊട്ടിക്കുന്നതോ സമ്പന്നത്തിന് വരുന്നോ നോക്കിയിരിക്കണം, അതാണോ സംസ്കാരം കല്യാണത്തിൻ്റെ? മനുഷ്യനാണ്, പ്രേമിക്കും, പറഞ്ഞു മനസ്സിലാക്കാൻ അച്ഛനും അമ്മയ്ക്കും പറ്റണം, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ മകനും ഏതെങ്കിലും ഒരാൾ പ്രേമിച്ചു, എൻ്റെ മക്കളെ സേഫ് ആക്കണം, അവരാരെയാണോ പ്രേമിച്ച് അവരെ കൊന്നുകളയാന്ന് പറഞ്ഞിട്ട് കത്തിരുത്തിറങ്ങണോ തന്തമാരെ പരിപാടി? അതാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ പറയുന്നത് ഫുള്ള് കേട്ട് കഴിഞ്ഞാൽ നല്ല ദേഷ്യം വരും. സ്വന്തം മകളെ ഒരു പിതാവ് ശല്യം ചെയ്യുന്ന കണ്ടാൽ എത്ര നാൾ നോക്കി നിൽക്കും? ഇവരെ ഇങ്ങനെ തിളപ്പുള്ള പയ്യന്മാരുടെ മാതാപിതാക്കൾ അവരെ വാൺ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ഉപദേശം നല്ല രീതിയിൽ ഇതിൽ നിന്ന് പിന്മാറ്റി വിടാനായിട്ട്. അവർ സ്നേഹിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പ്രായമാകുമ്പം അവർക്ക് സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവരെ മാതാപിതാക്കളോട് ആലോചിക്കുക. നമ്മുടെ സിസ്റ്റം അതാണല്ലോ. നമ്മളെ സിസ്റ്റം അതാണല്ലോ. നമ്മളെ സിസ്റ്റം ഇതാണ്. ഏതെങ്കിലും ചെക്കനും പെണ്ണും പ്രേമിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടീനെ നോക്കിയില്ല, പെൺകുട്ടി ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പെൺകുട്ടി ചെയ്യുന്ന പ്രവർത്തികളോ ഒന്നും കൺസിഡർ ചെയ്യില്ല. ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോഴും സെയിം അവസ്ഥ ഉണ്ടായത്. ഈ പയ്യനെ, ഗൾഫ് പോയ പയ്യനെ വിളിച്ചു വരുത്തിയത് ഈ പെണ്ണാണ്. ഈ പെണ്ണ് വിളിച്ചു വരുത്തുന്നു. ചെറിയ പ്രായത്തിൽ ഈ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഈ പയ്യനെ തന്നെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഈ പയ്യൻ്റെ ഒപ്പം കൂടുന്നു. ഒരു ചെറിയ പ്രായത്തിൽ പ്രേമമാണെങ്കിലും ഒരു പ്രേമത്തിനകത്ത് രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ വരുന്നില്ലേ? ആണും പെണ്ണും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അതിനകത്ത്, അല്ലേ? അല്ലാതെ ഈ ആണുങ്ങളെല്ലാം ആണുങ്ങൾ മാത്രമാണ് ഈ പ്രേമം എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ആണുങ്ങളെ മാത്രം, ആണുങ്ങൾ ഇങ്ങനെ കാണിച്ച ആണുങ്ങൾ മാത്രം കറക്കി കൊണ്ടുപോവുകയാണോ? ഒരു 90% പെൺകുട്ടികളുടെ പിടിച്ച പിടി കാണും അതിനകത്ത്. മനസ്സിലായില്ലേ? ആണുങ്ങളെ ഭാഗവും ആരും കൺസിഡർ ചെയ്യുന്നില്ല. ഇത് പേപ്പറിന്ന് വെട്ടിയതാണ് ഈ ആണുങ്ങൾ. ഈ കുരീപ്പുഴ വെസ്റ്റിലെ ഇരട്ടക്കടയിലെ അവിടെ ചെന്ന് ആ പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഇയാളെ ഫോണിൽ കൂടെ പല പ്രാവശ്യം വാൺ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് നിവൃത്തിയില്ലാതെ വന്നപ്പം പിതാവ് ഈ പെൺകുട്ടിയെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്റി രഹസ്യമായിട്ട്. പക്ഷെ ഈ പയ്യൻ അത് കണ്ടുപിടിച്ച് അവിടെ പോയി ശല്യം ചെയ്യാൻ തുടങ്ങി. എങ്ങനെ ഒരു പിതാവ് ഇത് സഹിക്കും? അല്ലെങ്കിൽ ഒരു മാതാവ് സഹിക്കും? അല്ലെ സഹോദരങ്ങൾ എങ്ങനെ സഹിക്കും? ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലേലും ശരി, നമ്മുടെ നാട്ടുകാർപ്പനുസരിച്ച് ഇതുപോലെയുള്ള ശല്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ വീട്ടുകാര്, ബന്ധുക്കള്, അല്ലെങ്കിൽ അവരുടെ ആങ്ങളമാര് അത് കൗണ്ടർ അടിക്കും. അതിന് യാതൊരു സംശയമില്ല. കൗണ്ടർ അടിക്കുന്നൊക്കെ ഒരു പോലീസുകാർ ശല്യങ്ങൾ വന്നാൽ കൗണ്ടർ അടിക്കുന്നുള്ള ഇയാളേക്ക് ഞാൻ പറയുന്നു. ഇത്രയും കാലം എനിക്ക് ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഇങ്ങനെയോട്. ഇപ്പം വളരെ പുച്ഛം തോന്നി ചങ്ങായിനോട്. എന്താ കാട്ടുപന്നിയാ?
ഇല്ലെങ്കിൽ മറ്റേ കിളിയാ, മറ്റേ ഇത് പഴം കൊത്താൻ വരുന്ന കിളി, കൗണ്ടർ അടിക്കാൻ വേണ്ടിയിട്ട് ഈ മറ്റേ ഇലക്ട്രിക് ഷോക്കും തോക്കും വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ കെണി വെച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട്. ഒരു മിനിമം ഒരു കേസിനകത്ത് എന്താ നടന്നതെന്നെങ്കിലും അറിയണ്ടേ, അല്ലാതെ മറ്റേ തന്ത വൈബിൽ വികാരടിച്ചിരുന്ന് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ പയ്യനെ വിളിച്ച് വരുത്തി ട്രാപ്പ് ചെയ്ത് നട്ടപ്പാതിരയ്ക്ക് മറ്റേ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ആ പെൺകുട്ടീനെ എന്ന് പറഞ്ഞിട്ടൊരു ഫേക്ക് സ്റ്റോറി ചെയ്ത് അന്തപ്പടി ഉണ്ടാക്കിയത്. ചെക്കനെ വീട്ടിൽ നിന്ന് ഞാൻ അവളെ ഇറക്കി വിടുകയാണ്, വേണമെന്നുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി. ഓൾറെഡി കത്തി കൈ കരുതിയിട്ടുണ്ട്. 2-3 വട്ടം ഇതേപോലെ പയ്യനെ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ഇയാൾ. ഓണത്തിന് ആ സമയത്ത് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ വന്ന് പോട്ട് പോയതാണ് ആ തന്ത കള്ള മറ്റത്. എന്നിട്ട് ഇവരൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ ചെക്കൻ എന്തോ ഭൂലോക ശല്യക്കാരനെ പോലെ ഉണ്ട്. ആ തന്ത നന്മല്ലാത്തതുകൊണ്ടല്ലേ 16 വയസ്സിൽ ആ പെൺകുട്ടി ഈ ചെക്കനൊപ്പം ഇറങ്ങി പോരെന്ന് പറഞ്ഞിട്ട് ഈ ചെക്കൻ്റെ വീട്ടിലേക്ക് പോരാൻ നിന്നത്. ഒന്നാം തരം കഴപ്പുമുത്ത തന്ത ഈ പെൺകുട്ടിക്കുള്ള ശല്യം എടുത്തു വെച്ചോണ്ടാണ് ഈ ചെക്കനോട് ഈ പെൺകുട്ടി ഇത്രത്തോളം അറ്റാച്ച്. പല കേസിലും അങ്ങനെയാണ്. വീട്ടിലെ അച്ഛൻ്റെയും അമ്മേൻ്റെയും അതിഭീകരമായ കൊടൂരമായിട്ടുള്ള ഇഗ്നോറൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ശല്യം, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള അച്ചടക്കം, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സാണ് ചില പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ഏതെങ്കിലും ഒരു പയ്യനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തുറന്ന് സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നത്. അവിടെയും കുറ്റാണിൻ്റെ തലയിൽ വന്നിരിക്കും. ലാസ്റ്റ് കയ്യും കാലും ഓടിക്കുന്നതും വണ്ടി കയറ്റിക്കൊല്ലുന്നതും കുത്തിക്കൊല്ലുന്നതും ഒക്കെ ചെക്കന്മാരെ. എന്ത് നാടാണ്. എന്നിട്ട് ഇത് സപ്പോർട്ട് ചെയ്യാൻ ജയ് തന്ത എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ മറ്റേ മക്കളും. കഷ്ടം തന്നെ.